നിരോധനം അട്ടിമറിക്കാൻ ശ്രമം നടന്നതായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളി യൂണിയൻ. നിരോധന സമയത്ത് ആഴക്കടൽ മത്സ്യബന്ധനം വ്യാപകമാണെന്നാണ് പരാതി. ഇതിനെതിരെ അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാനാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് പോയിരുന്ന ബോട്ടുകൾ ഹാർബറുകളിലും പരിസരങ്ങളിലുമായി നങ്കൂരമിട്ടിരിക്കുകയാണ്. 52 ദിവസത്തെ വറുതിക്കാലത്തിന് ശേഷം പുറംകടലിലേക്ക് ചെല്ലുമ്പോൾ കടലമ്മ കനിയുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. എന്നാൽ ട്രോളിംഗ് നിരോധനം തുടരുന്ന സമയത്തും ഇതിനെ അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്നാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്ന ആരോപണം. പരമ്പരാഗത മത്സ്യബന്ധന ഫൈബർ യാനങ്ങളിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നുവെന്നാണ് ആക്ഷേപം. ജില്ലാ കളക്ടർ അവരോട് പറഞ്ഞത് എന്താണ്, ബോട്ടുകളൊക്കെ സുരക്ഷിതമായി കെട്ടിയിട്ടിട്ട് നിങ്ങൾ നമ്മുടെ കേരളം വിട്ട് അവരവരുടെ നാടുകളിൽ പോകണമെന്നാണ്. പക്ഷെ കേരളം വിട്ടിട്ട് ഇവർ കൊച്ചി ഭാഗത്തു നിന്നുള്ള ആളുകളൊന്നും അവരുടെ നാട്ടിലോട്ട് പോയിട്ടില്ല. അല്ലെങ്കിൽ ബോട്ടിൻ്റെ ആളുകൾ തന്നെയായിരിക്കും ഇവരെ സംരക്ഷിച്ചുകൊണ്ട് ഇവിടെ ഫൈബർ വഞ്ചികൾ വ്യാജ രജിസ്ട്രേഷനൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ഇവിടെ അവരെ പാർപ്പിച്ചിരിക്കുകയാണ്. ഈ ശക്തമായ കാറ്റും മഴയൊക്കെ നിലനിൽക്കുന്ന സമയത്ത്, ഈ കടൽ കൂടുതലുള്ള സമയത്താണ് ഈ ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുന്നത്. കിളിമീൻ, അരണമീൻ തുടങ്ങിയവയെ പിടിക്കാൻ ആഴക്കടലിലേക്ക് പോകുന്നതിനാൽ തീരക്കടലിൽ നിന്ന് ലഭിക്കേണ്ട അയല, മത്തി തുടങ്ങിയ മീനുകൾ ലഭ്യമാകുന്നില്ലെന്നും തൊഴിലാളികൾ പറയുന്നു. ആഴക്കടലിൽ മാത്രം കിട്ടുന്ന പടയപ്പ എന്ന് പറയുന്ന കിളിമീൻ, പിന്നെ കടൽ ബ്രാൽ എന്നറിയപ്പെടുന്ന അരണമീൻ, കലവമീൻ, ഇതൊന്നും സംസ്ഥാന പരിധിയിൽ നമ്മുടെ 12 നോട്ടിക്കൽ മൈലിനുള്ളിൽ കിട്ടുന്നതല്ല. ആഴക്കടലിൽ മാത്രം കിട്ടുന്ന മീനാണ്. തീരക്കടലിൽ ഈ സമയത്ത് കടലൊക്കെ ഇളകിയിട്ട് ചെമ്മീൻ കിട്ടും, ചാള കിട്ടും, അയില കിട്ടും. ഇതിപ്പോൾ യാതൊരു മീനും കാണാനില്ല. ആകെ കടക്കെണിയിലാണ് മത്സ്യത്തൊഴിലാളികൾ. കൊച്ചി കേന്ദ്രീകരിച്ചാണ് നിരോധന സമയത്തും ആഴക്കടൽ മത്സ്യബന്ധനം നടക്കുന്നതെന്നാണ് ആക്ഷേപം. ട്രോളിംഗ് നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. അതല്ലാത്ത പക്ഷം കപ്പൽ ചാലടച്ച് ബോട്ടുകൾ നിരത്തി സമരപരിപാടികളിലേക്ക് കടക്കാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് മലയാളം, കൊച്ചി.